വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ മ്യൂസിക് ഫെസ്റ്റിവലിൽ പാടിക്കൊണ്ടിരുന്ന സിംഗർ കുറേ പാട്ടുകൾ പഠിച്ച ശേഷം ഓഡിയൻസിൽ നിന്ന് ഒരാൾക്ക് പാടാൻ അവസരം നൽകാൻ തീരുമാനിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ ഓരോ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പറാണ് അയാൾ സെലക്ട് ചെയ്തത്. റാങ്ങിൻ്റെ കയ്യിലായിരുന്നു ആ നമ്പർ ഉണ്ടായിരുന്നത്. അവൻ പക്ഷേ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മടി പിടിക്കുന്നുണ്ട്. ഞാനിതുവരെ നിൻ്റെ പാട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ പാടണമെന്നൊക്കെ പറഞ്ഞ് സായിയും മറ്റുള്ളവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവൻ സ്റ്റേജിൽ കയറി പാടുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകുന്നുണ്ട്. സായി അവളിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും അടുത്ത് നിന്നവരുടെ കൂവൽ മാത്രമേ അതിനകത്ത് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി കുറേ സമയം ബീച്ചിൽ അടിച്ചു പൊളിക്കുന്നുണ്ട്. അടുത്ത വർഷവും സമ്മർ വെക്കേഷൻ ഇതുപോലെ ഒരുമിച്ച് ഇവിടെ വരണം എന്ന് തീരുമാനിച്ചിട്ടാണ് അവർ മടങ്ങിയത്. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ സായിയും ജിയും പിന്നെയും ഒരേ ക്ലാസ്സിൽ തന്നെ വരുന്നു. അവർ രണ്ടുപേരും ആർട്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സയൻസ് തിരഞ്ഞെടുത്ത കുറേ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കുറേ പുതിയ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നുമുണ്ട്. പുതുതായി വന്നവരുടെ ആ കൂട്ടത്തിൽ സുന്ദരന്മാർ വല്ലതും കാണുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൊപ്പി വെച്ച് മുഖം മറച്ചുകൊണ്ടൊരു പയ്യൻ ആ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ആൾ സുന്ദരനാണോ എന്നറിയാൻ രണ്ടുപേരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. അവരുടെ അടുത്തെത്തിയ ശേഷമാണ് അയാൾ തൊപ്പി മാറ്റിയത്. ഫെങ്ങാണെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും നിരാശരാകുന്നു. അവനും ആർട്സ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഇനി മുതൽ അവരുടെ ക്ലാസ്സിലാണ്. അവരുടെ പുറകിൽ തന്നെ അവൻ ഇരിപ്പുറപ്പിക്കുന്നു. റാങ്ങും ഖുറാനും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. ഖുറാനെ ഫെങ്ങിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ടൈമിൽ അവൻ റാങ്ങിനോട് സംസാരിക്കുന്നത് കണ്ട് ഫെങ് പോയപ്പോൾ നീ അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാണെന്ന് ടീച്ചർ പോലും ചോദിക്കുന്നു. ബ്രേക്ക് ടൈമിൽ രണ്ടുപേരും കൂടി ഫെങ്ങിനെ കാണാനായി പോകുന്നു. അവനെ മിസ് ചെയ്തതുകൊണ്ട് കാണാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ കെട്ടിപ്പിടിക്കാൻ എഴുന്നേറ്റിയെന്ന് അവനെ മൈൻഡ് പോലും ചെയ്യാതെ രണ്ടുപേരും സായിയുടെയും ജിയുടെയും അടുത്തേക്ക് പോകുന്നുണ്ട്. ഖുറാൻ അടുത്ത ദിവസം എവിടെ പോകാനായി ജിയെ കൂട്ടിന് വിളിക്കുന്നുണ്ടെങ്കിലും എവിടെയാണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഞാൻ വരുന്നില്ല, നീ എന്തെങ്കിലും പണിയൊപ്പിക്കാനായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അറിഞ്ഞു കഴിയുമ്പോൾ വരണമെന്ന് നിർബന്ധം പിടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവൻ കാര്യം പറഞ്ഞത്. ഷായു അവർക്കെല്ലാം വേണ്ടി ഗിഫ്റ്റ് കൊടുത്തു വിട്ടിരിക്കുന്നു. അത് പിക്ക് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയാണ് അവൻ വിളിച്ചത്. വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ജിയ അടുത്ത് കൂടുന്നുണ്ട്. അടുത്ത ദിവസം അവൻ്റെ മുത്തശ്ശിയുടെ കടയിൽ ഒരുമിച്ചിരുന്നാണ് ഷായു കൊടുത്തയച്ച സമ്മാനങ്ങൾ അവർ തുറന്നത്. ജിയ ആകാംക്ഷയുടെ ബോക്സ് തുറക്കുന്നതിൻ്റെ കീഴിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് മാത്രം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അവളാകെ നിരാശയാകുന്നതുകൊണ്ട് നിനക്കുള്ള ഗിഫ്റ്റ് ചിലപ്പോൾ സ്പെഷ്യലായിരിക്കും, അതുകൊണ്ട് പ്രത്യേകം അയച്ചിട്ടുണ്ടാകും, ഉടനെ തന്നെ എത്തുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സമാധാനിപ്പിക്കുന്നു. അവളും അങ്ങനെ വിശ്വസിച്ച് തൽക്കാലം ആശ്വസിക്കുന്നുണ്ട്. ഖുറാൻ ഒന്ന് വീട്ടിലെത്തിയ ഉടൻ തന്നെ ഡ്രസ്സ് പോലെ മാറാതെ കമ്പ്യൂട്ടറിന് മുന്നിലെത്തി ഷായുമായി ചാറ്റ് ചെയ്യുന്നു. ജിയയ്ക്ക് എന്താണ് ഗിഫ്റ്റൊന്നും അയക്കാതിരുന്നതെന്ന് ചോദിക്കുന്നു. ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവൾക്ക് പറ്റിയൊന്നും കണ്ടില്ല. എന്തെടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വേണ്ടി നീ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് ഷായി അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതറിഞ്ഞാൽ അവൾ ആകെ വിഷമിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവനും കുറച്ച് വിഷമത്തിലാകുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ അവൾക്ക് പറ്റിയൊരു ഗിഫ്റ്റ് വാങ്ങാനായി ഒരു ഷോപ്പിൽ പോകുന്നു. അവിടെ കണ്ടൊരു വാച്ച് അവൻ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നുണ്ട്. അത് നൽകാനായി അവൻ അവളെ പുറത്തൊരിടത്തേക്ക് വിളിപ്പിക്കുന്നു. എന്ത് പറഞ്ഞ് നൽകണം, ഷായി വാങ്ങാൻ ഏൽപ്പിച്ചതാണെന്ന് പറയണോ എന്നൊക്കെ അവൻ കുറച്ച് ട്രയൽ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ വന്നത്. അവനത് കൊടുക്കുന്നതിന് മുമ്പേ അവിടേക്ക് വന്ന ഫെങ് അത് കണ്ടപ്പോൾ ഷായുവിൻ്റെ ഗിഫ്റ്റാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കാരണം അവളും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഖുറാനും മറ്റൊന്നും പറയുന്നില്ല. ഗിഫ്റ്റ് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അവളുടെ സന്തോഷം കണ്ടപ്പോൾ അവനും സന്തോഷമാകുന്നു. അന്ന് രാത്രി അവൾ വാച്ച് കയ്യിലിട്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് എനിക്ക് വേണ്ടി ഷായുവിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞ് അവന് അയച്ചു കൊടുക്കുന്നു. വാച്ച് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നും അവൾ പറയുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് അടുത്ത ദിവസം അവൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റാകുന്നു. കാളിമ്പൽ അടിക്കുന്നത് കേട്ട് ചെന്ന് വാതിൽ തുറന്നപ്പോൾ ജിയയും ഫെങ്ങും കൂടി അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും കൂടി പഠിക്കാനായി ലൈബ്രറിയിൽ ഒരുമിച്ച് കാണാം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. സായിക്കും റാങ്ങിനും ഇരിക്കാൻ സ്ഥലം കിട്ടി, ഇവർക്ക് പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടി നേരെ ഇങ്ങോട്ടേക്ക് വിട്ടതാണ്. പക്ഷേ നിന്നെ കാണാത്തത് കൊണ്ട് നീ പഴയതുപോലെ പനി വല്ലതും പിടിച്ച് കിടപ്പിലാണെങ്കിലോ എന്ന് കരുതി തിരക്കി വന്നതാണ് എന്നാണ് പറഞ്ഞത്. ഖുറാൻ ഫ്രഷ് ആകാൻ പോയ സമയത്ത് ജിയ സ്നാക്സ് എടുക്കാനായി അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. സ്നാക്സിൻ്റെ കാര്യത്തിൽ അവൾ ഒട്ടും പുറകിലല്ല എന്നറിയാമല്ലോ. കൈ നിറയെ സാധനങ്ങൾ വാങ്ങി തിരികെ പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് അവളുടെ കൈ തട്ടി അവൻ്റെ കമ്പ്യൂട്ടർ ഓണായത്. തലേന്ന് ഷായുമായി ചാറ്റ് ചെയ്തത് ക്ലോസ് പോലും ചെയ്യാതെ അപ്പോഴും അതിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളത് വായിക്കുന്നു. ഗിഫ്റ്റ് വാങ്ങിയത് ഖുറാനാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഷായു ഉടനെ അങ്ങനെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും ഖുറാൻ ചോദിച്ചിരുന്നു. ഉടനെ ഒന്നും തിരികെ വരില്ല എന്നവൾ റിപ്ലൈ നൽകിയിരിക്കുന്നതും അവൾ കാണുന്നു. അതിൻ്റെ ഒരു വിഷമത്തോടെയാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നത്. അപ്പോഴേക്കും ഖുറാൻ അവിടെ ചെന്ന് കഴിഞ്ഞിരുന്നു. പക്ഷേ കുറേ സമയം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നല്ലാതെ അവൾ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടെന്ന് കരുതി നീ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ച് ഖുറാൻ കളിയാക്കിയപ്പോൾ അവൾ നോട്ടം മാറ്റുകയും ചെയ്യുന്നു. കുറേ സമയം 3 പേരും കൂടി പഠിക്കുന്നുണ്ട്. ആദ്യം വർക്ക്ഷീറ്റ് ചെയ്ത് കഴിയുന്ന ആൾ ജയിക്കുമെന്ന് മത്സരം വെച്ചാണ് 3 പേരും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. ജിയാണ് ആദ്യം എഴുതി കഴിഞ്ഞത്. നീ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഒട്ട തെറ്റായിരിക്കുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ശരിയായിട്ട് എഴുതണമെന്നല്ലോ നമ്മൾ മത്സരിച്ചത്. ആദ്യം എഴുതി തീരുന്ന ആരാണെന്നല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ജയിച്ചത്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് നീ എന്നോട് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നു. അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ പെട്ടെന്ന് പറയാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഫെങ് അവിടെ ഇരിക്കുന്ന കാര്യം ഓർത്തത്. അവൻ പെട്ടെന്ന് വിഷയം മാറ്റി ഇന്നലെ നിൻ്റെ തണ്ണിമത്തൻ കഴിച്ചത് ഞാനാണെന്ന് പറയുന്നു. ഫെങ്ങും കൂട്ടിനുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ വാച്ചിൻ്റെ കാര്യമൊക്കെ മറന്നിട്ട് അവൾ രണ്ടിനെയും കൂടി ശരിയാക്കാൻ ഓടിക്കുന്നുണ്ട്. അന്ന് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ജിയ വീണ്ടും വാച്ച് എടുത്ത് നന്നായി നോക്കുന്നു. ഖുറാൻ വാങ്ങി തന്നതാണെങ്കിലും അവൾക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വാച്ച് കൊള്ളാമല്ലോ എന്ന് അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാൾ വാങ്ങിക്കൊടുത്താണെന്ന് ഫെങ് കമൻ്റ് അടിക്കുന്നു. ആരാണ് വാങ്ങിയതെന്ന് ഫ്രണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് അവൾ പറഞ്ഞത്. അവർക്കിപ്പോൾ വൈകുന്നേരം സ്റ്റഡി സെഷൻ തുടങ്ങിയിരിക്കുകയാണ്. സായി അവിടെ കാണാത്തത് കൊണ്ട് അവൾ എവിടെ പോയെന്ന് ഫെങ് അന്വേഷിക്കുന്നു. റാങ്ങിനൊപ്പം പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ആരുടെയും ശല്യമില്ലാതെ ക്ലബിൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അവിടെ കറണ്ട് പോകുന്നുണ്ട്. സായി ആ സമയത്തൊന്ന് പേടിക്കുന്നു. ഫെങ് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അവർ പിന്നെയും പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിലും ആ അറ്റ്മോസ്ഫിയറിൽ സായിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും
അവൻ സീരിയസ് ആയി പഠിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും അവൾ ഇഷ്ടത്തെക്കുറിച്ച് പഠിത്തവുമായി മിക്സ് ചെയ്ത് കുറച്ച് സംസാരിക്കുന്നു. അടുത്ത ദിവസം അവൾ ക്ലാസ്സിൽ ചില കുട്ടികളൊക്കെ സീറ്റ് മാറിയിരിക്കുന്നത് കാണുന്നു. കാരണം തിരിക്കപ്പോൾ കുറച്ച് മുമ്പ് ക്ലാസ് ടീച്ചർ അവിടെ വന്ന് ബോയ്സും ഗേൾസും ഒരുമിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മാറിയിരിക്കുന്നതെന്ന് ചില കുട്ടികൾ പറയുന്നു. പെട്ടെന്ന് ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ എന്താണ് കാര്യമെന്നൊക്കെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫെങ് കാരണം പറഞ്ഞത്. കുറച്ചു മുമ്പ് അവൻ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തുകൂടി പോയപ്പോൾ 2 കുട്ടികളെ അവിടെ വിളിപ്പിച്ച് വഴക്ക് പറയുന്നത് കേട്ടിരുന്നു. തലേ ദിവസം ഈവനിങ് സ്റ്റഡി സെഷൻ സമയത്ത് 2 കുട്ടികൾ പുറത്തിറങ്ങി ഗ്രൗണ്ടിലൂടെ കൈകൾ കോർത്ത് പിടിച്ച് നടക്കുകയും മറ്റും ചെയ്തു. അവർ പ്രിൻസിപ്പലിന്റെ മുന്നിൽ ചെന്ന് ചാടി. അതാണ് സംഭവം. ഉച്ചയ്ക്ക് ശേഷം ടീച്ചർമാരും ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റഡി സെഷൻ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത്. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് റിപ്പോർട്ട് നൽകണമെന്ന് റാങ്കിന്റെ ക്ലാസ് ടീച്ചറും അവരുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അന്ന് വൈകിട്ട് സായി റാങ്ക് കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ക്ലാസ് ലീഡർ അവരെ കാണുന്നു. അവർ തമ്മിൽ മറ്റെന്തോ റിലേഷൻ ഉണ്ടെന്ന രീതിയിൽ അവരുടെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം സായി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നു. അവൾ ചെല്ലുമ്പോൾ റാങ്കും അവിടെ നിൽപ്പുണ്ട്. 2 പേരുടെയും ക്ലാസ് ടീച്ചർമാർ വിവരം പറയാൻ കുറച്ച് മടിക്കുന്നതിനാൽ പ്രിൻസിപ്പൽ തന്നെയാണ് കാര്യം പറയുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആണെന്ന് റാങ്ക് പറയുന്നു. എങ്ങനെയുള്ള അടുപ്പമാണെന്ന് പോലും ചോദിക്കാതെ അവരുടെ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പലും കൂടി 2 പേരെയും ഉപദേശിക്കാൻ തുടങ്ങുന്നു. അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഒന്നുമില്ല എന്ന് അവൻ്റെ അങ്കിൾ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. 2 പേരും കൂടി ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അതിൻ്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുന്നു. ഒരുമിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ആരുമില്ലാത്ത ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്നത്? നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം വഴക്ക് പറയുന്നു. അവർ 2 പേരും പരസ്പരം പറഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി അവൻ്റെ അങ്കിളും ക്ലാസ് ടീച്ചറും പറയുന്നുണ്ടെങ്കിലും അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് അദ്ദേഹം അപ്പോഴും അവരെ കുറ്റപ്പെടുന്നു. അവൻ ആ എക്സാമിൽ ഫിസിക്സിനാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അവൾ ഇംഗ്ലീഷിനും. പരസ്പരം പഠിപ്പിച്ചു കൊടുത്ത് വെറുതെ സമയം കളയാതെ അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എത്ര സമയം കളഞ്ഞാലും ആ എക്സാമിന് ഞാൻ തന്നെ ഫസ്റ്റ് എത്തും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് റാങ്ക് പറഞ്ഞപ്പോൾ അവളും അത് തന്നെ പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെ വിളിച്ചു വരുത്തി കുറ്റം ആരോപിക്കാനായിരുന്നെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നും അവൾ പറയുന്നുണ്ട്. ടീച്ചർമാർ 2 പേരും കൂടി അവരോട് തിരികെ പോയിക്കോളാൻ പറയുന്നു. സായി എന്ന് വൈകിട്ട് റാങ്കിൻ്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവൾക്കെതിരെ വന്ന അവൻ്റെ ക്ലാസ് ലീഡർ ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് അവനെ ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ലേ? ടീച്ചർമാർ വഴക്ക് പറഞ്ഞിട്ട് പോലും നിനക്ക് മതിയാക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ അവളോട് ചോദിക്കുന്നു. അവളുടെ സംസാരം കേട്ടപ്പോൾ അവളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സായിക്ക് മനസ്സിലാക്കുന്നു. നീയാണോ ഞങ്ങളുടെ കാര്യം റിപ്പോർട്ട് ചെയ്തതെന്ന് അവൾ ചോദിച്ചപ്പോൾ ലീഡർ സമ്മതിക്കുന്നുണ്ട്. നീ ഇത്ര മണ്ടിയായി പോയല്ലോ, നിനക്ക് റാങ്കിന് ഇഷ്ടമായതുകൊണ്ടാണോ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഇനിയെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സായി അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റാങ്കിനോട് ഇതിനെക്കുറിച്ച് പറയുമെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൾ പോയത്. പക്ഷേ ലീഡർ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കുറച്ച് അപ്പുറത്തായി മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്ന റാങ്കിനെ കാണുന്നു. അവനെല്ലാം കേട്ടു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഇനി മേലിൽ ഇങ്ങനെയൊന്നും ആർത്തേക്കും ഇടവരരുതെന്ന് വാണി പോലെ പറഞ്ഞിട്ടാണ് അവൻ പോയത്. അടുത്ത ദിവസം റാങ്ക് സ്റ്റാഫ് റൂമിൽ കുറേ ബുക്കുകൾ കൊണ്ടുവെക്കാനായി പോകുന്ന സമയത്ത് സ്റ്റഡി ടൈമിൽ ഒരു പെൺകുട്ടിക്കൊപ്പം തനിച്ചിന്ന് പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പേരൻറ്റെയും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് വേറെ കുട്ടികൾ പറഞ്ഞുകൊണ്ട് പോകുന്ന കേൾക്കാനിടയായിരുന്നു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത്. അവനും സായിയുമുള്ള അടുപ്പത്തെക്കുറിച്ച് ക്ലാസ് ടീച്ചർ തലേ ദിവസം വൈകിട്ട് അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞ അമ്മ അവനെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല എന്ന് നിനക്കും അറിയാവുന്നതല്ലേ, അവർ പരസ്പരം പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്കിൾ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ ഈ പ്രായത്തിൽ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടാൻ പോകുന്നതെന്ന് ചോദിച്ച അമ്മ അങ്കിളിനെ കൂടി വഴക്ക് പറയുന്നു. ലുലുയുടെ അത്ര മിടുക്കനായില്ലെങ്കിലും നിനക്കെന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിച്ച അമ്മ അവനോടും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കാര്യത്തിനല്ലല്ലോ എന്ന് അങ്കിൾ ഓർമ്മിപ്പിച്ചത്. ഇതിൻ്റെ കാര്യം കേട്ടതിനാൽ വന്ന കാര്യം പറയാൻ അമ്മ മറന്നിരുന്നു. റാങ്കിനെ അവിടെ നിന്ന് സ്കൂൾ മാറ്റാൻ പോവുകയാണ്, അതിനെന്തൊക്കെ ഡോക്യുമെൻ്റാണ് ശരിയാക്കേണ്ടതെന്ന് അറിയാനാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫറിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. നിന്റെ അങ്കിളിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയമില്ല, ഇവിടെ തന്നെ പഠിച്ചാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് അമ്മ തൻ്റെ തീരുമാനം അറിയിക്കുന്നു. റാങ്ക് അമ്മയെ രൂക്ഷമായി നോക്കി നിൽക്കുന്നത് കണ്ട് തൽക്കാലം നീ ക്ലാസ്സിലേക്ക് പോയിക്കോ, നമുക്കിതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞ അങ്കിൾ അവനെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അവൻ അങ്കിളിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്കിളിന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം, പക്ഷേ എനിക്ക് ഇവിടെ തന്നെ നിന്ന് പഠിച്ചാൽ മതി എന്ന് അവൻ പറയുന്നു. നിന്നെ കൂടെ നിർത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നിന്റെ അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. നിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവിടെ ആയതുകൊണ്ട് നിനക്ക് എൻട്രൻസ് എക്സാം അവിടെ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്കിളും അമ്മയുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും ആലോചിക്കാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് പഠിത്തം ഉഴപ്പണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു. കൂടുതൽ ആലോചിക്കേണ്ടെന്ന് അങ്കിൾ പറഞ്ഞെങ്കിലും അവൻ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. സായിയെ വിട്ടു പോകേണ്ടി വരുമല്ലോ എന്നോർത്താണ് അവന് ഏറ്റവും കൂടുതൽ വിഷമം. അടുത്ത ദിവസം രാവിലെ അവൻ സ്കൂളിൽ പോകാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ പോയി കാണില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തതാണ്. ഒരുമിച്ച് പോയി ഇപ്പോൾ നീ കൂടെ ഇല്ലെങ്കിൽ എന്തോ മിസ്സായതുപോലെ ഒരു ഫീലിംഗ് ആണ് എന്ന് അവൾ പറയുന്നുണ്ട്. അതുകൂടി കേട്ടപ്പോൾ അവൻ്റെ വിഷമം ഒന്നുകൂടി കൂടുന്നു. പക്ഷേ ട്രാൻസ്ഫറിനെ കുറിച്ച് തൽക്കാലം അവനൊന്നും പറയുന്നില്ല. അവൻ മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ, ഇന്നലെ നമ്മളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചത് കൊണ്ടാണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണമെന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ പറയാമെന്ന് പറഞ്ഞതല്ലാതെ അവൻ കാര്യം എന്താണെന്ന് പറയുന്നില്ല. അന്ന് സ്കൂളിൽ വെച്ച് വെള്ളം കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് വേറെ 2 കുട്ടികൾ അവളെയും റാങ്കിനെ കുറിച്ച് പറയുന്നത് അവൾ കേൾക്കാനിടയായിരുന്നു. റാങ്ക് പഠിത്തത്തിൽ വളരെ മുന്നിലാണ്, പക്ഷേ വേറൊരു ക്ലാസ്സിലെ പെൺകുട്ടി അവനെ ശല്യം ചെയ്തുകൊണ്ട് പുറത്ത് നടക്കുകയാണ്. അതവന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞത്. അവൾ ശരിക്കും വിഷമിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് അന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് കുറേ ബുക്ക് താഴെ വീണപ്പോൾ അത് എടുത്തു കൊടുക്കാൻ അവൾ സഹായിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും അവൻ വല്ലാതെ സൈലൻ്റ് ആയിരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഇന്ന് സ്റ്റാഫ് റൂമിൽ വെച്ച് നീയും അങ്കിളും കൂടി കാര്യമായി സംസാരിക്കുന്നത് കണ്ടിരുന്നു. ഉടനെ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കാര്യമാണോ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. സത്യത്തിൽ അവർ തമ്മിൽ സംസാരിച്ചത് അവൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവൻ അതിനുള്ള ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് അങ്കിൾ പറഞ്ഞത്.
4-5 മാസങ്ങൾ കൂടി ബാക്കിയുണ്ടെങ്കിലും ഖുറാനോടും മറ്റ് ഫ്രണ്ട്സിനോടും വിവരം പറയാനും അങ്കിൾ പറയുന്നുണ്ട്. അവർക്ക് പ്രിപ്പയർഡ് ആകാൻ കുറച്ച് സമയം വേണമല്ലോ. എങ്ങനെ അവരോട് അതിനെക്കുറിച്ച് പറയണമെന്നറിയാതെ അവനാകെ ടെൻഷനിലാണ്. സായി അതൊന്നും അറിയാതെ അവനെ ചീറപ്പ് ചെയ്യാൻ വേണ്ടി നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലെ ടെൻഷൻ കാരണം അവളോട് കുറച്ച് സമയം മിണ്ടാതിരിക്കാൻ അവൻ പറയുന്നു. പറഞ്ഞത് കുറച്ച് റഫായിട്ടാണ്. അന്ന് സ്കൂളിൽ വെച്ച് മറ്റേ കുട്ടികൾ പറഞ്ഞതുപോലെ ശരിക്കും താൻ്റെ ഒരു ശല്യമായി അവന് തോന്നി തുടങ്ങിയത് കൊണ്ടായിരിക്കും അവനങ്ങനെ പറഞ്ഞതെന്ന് കരുതി അവൾ അവരോട് സോറി പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അന്ന് രാത്രി അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവനെ കണ്ടപ്പോഴൊക്കെ അവൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് പോകുന്നു. വരാന്തയിൽ വെച്ച് കണ്ടപ്പോഴും ലഞ്ച് കഴിക്കുന്ന സമയത്തും അവൻ വന്നപ്പോഴുമൊക്കെ അവൾ മനഃപൂർവ്വം എഴുന്നേറ്റ് പോകുന്നു. വൈകിട്ട് അവൻ കയറിയ ബസ്സിൽ തന്നെയാണ് അവൾ കയറിയത്. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഇരിക്കാനായി അവൻ ഒതുങ്ങിയിരിക്കുന്നു. അവൻ്റെ കൂടെ ചെന്നിരിക്കാതെ അവൾ വേറെ സീറ്റിലാണ് ഇരുന്നത്. സായി അന്ന് രാത്രി വീട്ടിൽ ചെന്ന് തൻ്റെ മൂടി ശരിയാക്കാൻ വേണ്ടി അവളുടെ ഫേവറേറ്റ് ജെല്ലി കുറേ അധികം കഴിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ എത്ര കഴിച്ചിട്ടും അവൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.